Okay, so next we are going to discuss about the driving force of tides. നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രിൻസിപ്പിൾ ഓഫ് ഇക്വാലൻസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഒബ്ജക്റ്റ് ഗ്രാവിറ്റേഷണൽ പുള്ളിലാണോ താഴെ വീഴുന്നത്, അതോ ആ ഒബ്ജക്റ്റ് ആക്സലറേഷൻ വിത്ത് വാല്യൂ ഓഫ് ജി 9.8 മീറ്റർ/സെക്കൻഡ് ആക്സലറേഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിലും അതുമ്പോൾ രണ്ട് ഒബ്ജക്റ്റുമ്പോൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് സെയിം ആണ് എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഇക്വാലൻസ് പറയുന്നത്. അതേ ഒരു കൺസെപ്റ്റിൻ്റെ ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷനാണ് നമ്മൾ ഈ ഡ്രൈവിംഗ് ഫോഴ്സ് ഓഫ് ടൈഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ ഉണ്ടാകുന്ന, നമുക്കറിയാം സണ്ണ് ഈ എർത്തിൻ്റെ മുകളിലൊരു ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു ഫീൽഡ് കാരണം അതിലുള്ള വ്യത്യാസം കാരണം ഉണ്ടാകുന്നതാണ് നമ്മുടെ ടൈഡ്സ് എന്നുള്ളൊരു കൺസെപ്റ്റിൻ്റെ വെറും ഒരു റെഫറൻസ് മാത്രമാണ് നമ്മൾ ഈ സെക്ഷനിൽ ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഒരു സണ്ണിനെ ഇവിടെ കൺസിഡർ ചെയ്യുക. അതിൻ്റെ മാസ് MS എന്ന് റെപ്രസെൻ്റ് ചെയ്തു. ദെൻ ഇവിടെ എർത്ത് ഉണ്ട്, എർത്തിൻ്റെ മാസ് ME എന്ന് റെപ്രസെൻ്റ് ചെയ്തു. ദെൻ ഇവർ സണ്ണും എർത്തും തമ്മിലുള്ള ഡിസ്റ്റൻസിന് നമ്മൾ RS എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. RS എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ശ്രദ്ധിക്കുക, എർത്തിൻ്റെ സെൻറ്ററിൽ നിന്നാണ് RS എന്നുള്ള ഡിസ്റ്റൻസ്. ദെൻ n എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടറാണ്, ഡയറക്ഷൻ. അപ്പോൾ അങ്ങനെ നമുക്കറിയാം ഗ്രാവിറ്റേഷൻ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. F = Gm1m2 / r² എന്നുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒന്ന് സണ്ണും ഒരു എർത്തുമാണ്. ദെൻ ക്യാപിറ്റൽ G, ദെൻ MS മാസ് ഓഫ് എർത്ത് ഇൻറ്റു ME / RS² ഇൻറ്റു യൂണിറ്റ് വെക്ടർ n. ഇതിൽ ഈ Gms/RS² നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സോ ദാറ്റ് വി ക്യാൻ റെപ്രസെൻറ്റ് ദ ഗ്രാവിറ്റേഷൻ ഫീൽഡ് G0 = Gms / RS². ഇതിലെ വാല്യൂസ് നോക്കുക. G0 എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഓഫ് ദി സൺ അറ്റ് ദ സെൻറ്റർ ഓഫ് ദി എർത്ത് ആണ് ഈ G0 എന്ന് പറയുന്ന വാല്യൂ. ദെൻ അതിൻ്റെ വാല്യൂ വരുന്നത് Gms / RS² എന്നാണ്. ഓരോ ടേംസ് നമുക്ക് പരിചയപ്പെടാം. MS എന്ന് പറയുന്നത് മാസ് ഓഫ് ദി സൺ, RS എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സൺ ആൻഡ് ദ സെൻറ്റർ ഓഫ് എർത്ത്, ആൻഡ് ദെൻ N എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടർ ഫ്രം ദി എർത്ത് ടുവേർഡ്സ് ദ സൺ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ കിട്ടിയെന്ന് വിചാരിക്കണം. ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു കൺസിഡർ ചെയ്യുന്നത്, നമുക്കറിയാം ഇവിടെ സണ്ണിൻ്റെ സൈസ് എർത്തിൻ്റെ സൈസിനേക്കാൾ വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സണ്ണിൻ്റെ മൂവ്മെൻറ്റ് എർത്തിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്നത് ഫ്രീ ഫോൾ ആയിട്ടാണ്. ഫ്രീ ഫോൾ ആയിട്ട് എടുക്കാനുള്ള കാരണം എർത്ത് മൂവ്സ് വിത്ത് ആൻ ആക്സലറേഷൻ G0. അതായത് വാല്യൂ 9.8 വാല്യൂവിൽ മൂവ് ചെയ്യുന്ന എർത്താണെങ്കിൽ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഇക്വാലൻസ് അനുസരിച്ച് അത് നമുക്ക് ഒബ്സർവ് ചെയ്ത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതേ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ എടുക്കുന്നത്. വി ആർ കൺസിഡറിങ് ഇഫ് ദ എർത്ത് ആക്സലറേറ്റ് ടുവേർഡ്സ് ദ സൺ അറ്റ് എ റേറ്റ് A = G0, ദാറ്റ് മീൻസ് ദിസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. നമ്മൾ സ്മോൾ ലെറ്റർ G ആണ് ഇവിടെ ഏതായിട്ട് എടുക്കുന്നത്, G0 ആയിട്ട് എടുക്കുന്നത്. G0യുടെ വാല്യൂ നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് ആക്ച്വലി ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. ഈ വാല്യൂസൊക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ കിട്ടും. പക്ഷെ നമ്മളതിന് പോകുന്നില്ല. അപ്പോൾ ഇവിടുത്തെ സണ്ണിൻ്റെ ആക്സലറേഷൻ എന്ന് പറയുന്നത് G0 ആയിട്ട് എടുക്കുകയാണ്. ആക്സലറേഷൻ G ആണ്. പ്രിൻസിപ്പിൾ ഓഫ് ഇക്വാലൻസിൽ നമ്മൾ പറയുന്നത് A = G എന്നാണെങ്കിൽ ആ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റീനെയാണ് നമ്മളിവിടെ G0 ആയിട്ട് എടുത്തിരിക്കുന്നത്. അത്രയാണ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇവിടെ എർത്തിൻ്റെ സെൻറ്ററാണ് കൺസിഡർ ചെയ്തത്. ദെൻ ഇഫ് യു ആർ കൺസിഡറിങ് എ പോയിൻ്റ് ഓൺ ദി എർത്ത്, ഇവിടെ ഒരു പോയിൻ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ നമുക്ക് മാറ്റി എഴുതാം, അതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ G0 എന്ന് പറയുന്നത് ഇവിടേക്കാണ്, സെൻറ്ററാണെന്ന് പറഞ്ഞു അല്ലേ. അറ്റ് ദ സെൻറ്റർ, ദ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഓഫ് ദ സൺ അറ്റ് ദ സെൻറ്റർ എന്നാണ് G0 നമ്മൾ വിളിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇഫ് യു ആർ കൺസിഡറിങ് എ പോയിൻറ്റ് ഹിയർ, ദെൻ ഈ G0 എന്ന് എഴുതാൻ പറ്റുമോ? G0 എന്ന് പറയുന്നത് സെൻറ്ററിലുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അത് വേറൊരു പോയിൻ്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് G0 എന്ന് വിളിക്കാൻ പറ്റില്ല. ദെൻ വി ആർ കൺസിഡറിങ് ഇറ്റ് ആസ് G of R. എന്ന് ഉദ്ദേശിക്കുന്നത് ദ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഓഫ് ദ സൺ അറ്റ് എ പോയിൻ്റ് ഓൺ എർത്ത് അറ്റ് എ ഡിസ്റ്റൻസ് R, സ്മോൾ ലെറ്റർ R. ഓക്കെ, അപ്പോൾ നമ്മളൊരു പോയിൻ്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് G of R എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് ഫോഴ്സ് എഴുതിയത്? F = ഇതിനെ G0 എന്ന് വിളിക്കുകയാണെങ്കിൽ G0ME എന്ന് എഴുതാമല്ലോ അല്ലേ, G0M. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു G of R ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ വി ക്യാൻ റൈറ്റ് F = G of R × ME അല്ലേ, ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. വേറൊരു പോയിൻ്റ്, സെൻറ്ററിലല്ല വേറൊരു പോയിൻ്റ് കൺസിഡർ ചെയ്യാം. where G of R is the gravitational field of the sun at some point R on the earth. ഒരു വേറൊരു പോയിൻ്റ് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ചെയ്യാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യും. അപ്പോൾ F = M G of R എന്നുള്ള ഇക്വേഷൻ വരെ കിട്ടി.
ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു സണ്ണ്. എന്തുകൊണ്ടാണ് ഇവിടെ സണ്ണ് ചെറുതാക്കി വരച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള ഈ ഡയറക്ഷൻസ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിനെ എർത്തിനെ വലുതാക്കി വരച്ചത്. അല്ലാതെ യാതൊരു കൺസെപ്റ്റ് വൈസും നിങ്ങൾക്ക് തെറ്റ് വിചാരിക്കരുത്, സണ്ണ് ചെറുതായി എർത്ത് വലുതായി ചിന്തിക്കരുത്. ഈ ആരോസ് കാണിക്കാൻ വേണ്ടി എർത്തിനെ ഒന്ന് വലുതാക്കി വരച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മൾ 4 പോയിൻ്റ് കൺസിഡർ ചെയ്യാണ്. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ എർത്തിന് 4 പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. ABCD. നിങ്ങൾ വേറെ ബുക്കുകളിൽ നോക്കുമ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ ചിലപ്പോൾ ഈ പോയിന്റുകൾ ABCD എന്ന് ചില ബുക്കിൽ എഴുതിയിട്ടുണ്ടാവും, ചിലപ്പോൾ ABCD. അതിൻ്റെ സ്ഥാനം നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ഏതാണ് നോക്കുന്നത് അതിൽ Aയും Bയും Cയും D എവിടെയാണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെ B, ദെൻ മുകളിൽ C, ദെൻ താഴെ D ആയിട്ടാണ്. അപ്പോൾ ഓരോ പോയിന്റ് നമുക്ക് കൺസിഡർ ചെയ്യുമ്പോഴും അവിടെയൊക്കെ നമുക്ക് ഏത് മാർക്ക് ചെയ്യാം? ഗ്രാവിറ്റേഷണൽ ഫീൽഡ് മാർക്ക് ചെയ്യാം. അപ്പോൾ അതെന്തായിരിക്കും? ടുവേർഡ്സ് സെൻറ്റർ ആയിരിക്കും അല്ലേ? സണ്ണാണ് അട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സണ്ണിൻ്റെ സെൻറ്ററിൽ, അപ്പോൾ ഈ ഒരു പോയിൻ്റാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇത് G(A) എന്ന് പറയുന്നത് ടുവേർഡ്സ് സണ്ണിൻ്റെ സെൻറ്ററിൻ്റെ നേരെ. ദെൻ നെക്സ്റ്റ് B ആണെങ്കിൽ ഇതേ ഡയറക്ഷൻ തന്നെയാണ് G(B) ടുവേർഡ്സ് സെൻറ്റർ. ഇനി C കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെയാണ് സെൻറ്റർ അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു പോയിൻ്റ് വരച്ച് നോക്കാം. ഈ C നിലേക്ക് ഉണ്ടോ? അപ്പോൾ GCയുടെ ഡയറക്ഷൻ ഇങ്ങനെയാണ് വരിക, ഈ അലോങ് ദിസ് ലൈൻ ടുവേർഡ്സ് സെൻറ്റർ ആയിരിക്കണം. ഇനി അതുപോലെ D എന്നുള്ള പോയിൻ്റ് ഇവിടെയാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ നിന്ന് ഒരു ലൈൻ വരച്ചു, എന്നിട്ട് അലോങ് ദിസ് ഡയറക്ഷൻ GD കണ്ടോ? ഈ G(A), G(B), G(C) എന്നൊക്കെ പറയുന്നത് ആ പോയിന്റിലുള്ള ഗ്രാവിറ്റേഷണൽ ഫീൽഡിനെയാണ് അത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഗ്രാവിറ്റേഷൻ ഫീൽഡ് അറ്റ് പോയിന്റ് A, ഗ്രാവിറ്റേഷൻ ഫീൽഡ് അറ്റ് പോയിന്റ് B, ഗ്രാവിറ്റേഷൻ ഫീൽഡ് അറ്റ് C, അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്ത് കിട്ടിയെന്ന് വിചാരിക്കണം. ഈ G(A)യും G(B)യും സ്ട്രെയിറ്റ് ലൈനായിട്ട് തന്നെയാണ്. ദെൻ സിയും ഡിയും മാർക്ക് ചെയ്യുമ്പോൾ ഇൻക്ലൈൻഡ് ആണ്, അതായത് കാരണം ടുവേർഡ്സ് സെൻറ്റർ എന്നുള്ള കൺസെപ്റ്റിലാണ് എടുക്കുന്നത്. ഇനി ഈ G0 എന്നുള്ള പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിലോ അത് നമുക്ക് ഇതിങ്ങനെ തന്നെ മാർക്ക് ചെയ്യാം, G(0) കിട്ടും. അപ്പോൾ എല്ലാ പോയിന്റുകളും കിട്ടിയെന്ന് വിചാരിക്കണം. G(0), A, B, C, D. G എന്ന് ഉദ്ദേശിക്കുന്നത് ഗ്രാവിറ്റേഷൻ ഫീൽഡാണ്. ദെൻ അതിൻ്റെ സഫിക്സുകൾ ഉദ്ദേശിക്കുന്നത് അറ്റ് ദ പോയിന്റ്. അതിൽ G(0) എന്ന് ഉദ്ദേശിക്കുന്നത് ഗ്രാവിറ്റേഷൻ ഫീൽഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദി എർത്ത് ഡ്യൂ ടു സൺ. അപ്പോൾ ഇത്രയും ടേംസും ഈ ഡയറക്ഷനും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പറഞ്ഞു എർത്ത് ഇസ് ആക്സലറേറ്റിംഗ് എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു എർത്തിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നോൺ ഇനേഷ്യൽ ഫ്രെയിമായിട്ടാണ് എർത്തിനെ കൺസിഡർ ചെയ്യാം അല്ലേ? എർത്ത് ഒരു ആക്സലറേറ്റിംഗ് ഫ്രെയിം ആണെങ്കിൽ അതിന് നമ്മൾ നോൺ ഇനേഷ്യൽ ഫ്രെയിമാണ്, അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ആ നോൺ ഇനേഷ്യൽ ഫ്രെയിമിൽ 2 ഫോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം വേണ്ടേ? ഇനേഷ്യൽ ഫ്രെയിമിലുള്ള ഫോഴ്സും എഫക്റ്റീഷ്യസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് എഫക്റ്റീഷ്യസ് ഓപ്പോസിറ്റ് സൈനൊക്കെ എടുത്തിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ Fi എന്ന് ഉദ്ദേശിക്കുന്നത് ഫോഴ്സ് ഇൻ ഇനേഷ്യൽ ഫ്രെയിം, എഫക്റ്റീഷ്യസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫോഴ്സ് ഇൻ നോൺ ഇനേഷ്യൽ ഫ്രെയിം. അതെന്ന് പറയുന്നത് MA ആണ് അല്ലേ? ഫിക്റ്റീഷ്യസ് ഫോഴ്സ് എന്ന് പറയുന്നത് MA ആണ്. നമ്മൾ പറഞ്ഞു ഇവിടുത്തെ ആക്സലറേഷൻ എർത്തിൻ്റെ ആക്സലറേഷൻ നമ്മൾ ഏതായിട്ട് എടുത്തത്? G0 ആയിട്ട് എടുത്തു. ദെൻ mg0 എന്ന് വരും. ദെൻ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ആയതുകൊണ്ട് അവിടെ -m കൊടുത്തു. ദെൻ mg0. ഇനേഷ്യൽ ഫ്രെയിമിൽ നമ്മൾ കണ്ടുപിടിച്ചു mg(r) അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ഇറ്റ്സ് mg(r). ദെൻ ഈ ഫോഴ്സ് അറ്റ് നോൺ ഇനേഷ്യൽ ഫ്രെയിമിനെ F' എന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ m പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ദെൻ G(r) - G(0) എന്ന് കിട്ടി. ദെൻ ഇഫക്റ്റീവ് ഗ്രാഫ് ഇവിടെ m കഴിഞ്ഞ് ഇത് വരുന്നതാണ് നമുക്ക് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് അല്ലേ? സോ ദ ഇഫക്റ്റീവ് ഗ്രാഫ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് മാത്രമാണ്, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അല്ല. അപ്പോൾ ഈ ഫീൽഡ് കിട്ടാൻ വേണ്ടി നമ്മൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൺസിഡർ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ ഇവിടെ ഇഫക്റ്റീവ് ഗ്രാവിറ്റേഷൻ ഫീൽഡ് എന്ന് പറയുന്നത് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് യൂസിങ് പ്രൈം. ദെൻ G'(r) ഇസ് ഈക്വൽ ടു ഈ എമ്മിനെ ഇങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ F'/m ഇസ് ഈക്വൽ ടു G(r) - G0. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ഇക്വേഷനാണ്. നമുക്കിപ്പോൾ ഇനിയുള്ള സെക്ഷനിലേക്ക് നമുക്ക് ആവശ്യമായ ഇക്വേഷൻ എന്ന് പറയുന്നത് G'(r) ഇസ് ഈക്വൽ ടു G(r) - G0. എന്താണ് ഓരോന്നൊന്നും മനസ്സിലാക്കുക. G(r) എന്ന് ഉദ്ദേശിക്കുന്നത് ദ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് അറ്റ് എ പോയിന്റ് R ഓൺ എർത്ത്. Then G(0), the gravitational field at the center of the earth. Then G'(r) എന്ന് ഉദ്ദേശിക്കുന്നത് if we are considering a non-inertial frame, that means the earth accelerate with an acceleration a is equal to G0 ആണെങ്കിൽ what is the gravitational field? ഇതാണ് നമുക്ക് ഇത്രയും ഇക്വേഷൻസിൽ നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമുക്കിനി ബാക്കിയുള്ള സ്റ്റെപ്സിലേക്ക് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ R എന്നുള്ളൊരു പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. ദെൻ നമ്മൾ 3-4 പോയിന്റ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ABCD എന്ന് പറഞ്ഞിട്ട് അല്ലേ? അപ്പോൾ അതിൽ A ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇഫ് യു ആർ കൺസിഡറിങ് അറ്റ് ദ പോയിന്റ് A, ദെൻ G' (A) ഇസ് ഈക്വൽ ടു G(A)
മൈനസ് ജി സീറോ എന്ന് വരും അല്ലേ. അങ്ങനെയാണ് ആ ഇക്വേഷൻ വരിക. അപ്പോൾ ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ. ജി ഓഫ് എ ഈസ് ഈക്വൽ ടു ജി പ്രൈം എ ഈസ് ഈക്വൽ ടു ജി ഓഫ് എ മൈനസ് ജി സീറോ. നമ്മൾ ആ പിക്ചർ ഒന്നും കൂടി ഒന്ന് വരച്ച് നോക്കുകയാണ്. അപ്പോൾ ഇവിടെ സണ്ണുണ്ട്, ഇവിടെ എർത്ത് ഉണ്ട്, ഇവിടെ ജി സീറോ എന്ന് പറയുന്നത് അറ്റ് ദ സെൻറ്ററാണ്, ടുവേർഡ്സ് സണ്ണാണ്. ജി എ എന്ന് പറയുന്നതും ടുവേർഡ്സ് സണ്ണാണ്, ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് വേണ്ടത് എന്താണ് ജി എ എന്താണ് ജി സീറോ എന്നുള്ള വാല്യൂ ഒന്ന് നമുക്ക് നോക്കി നോക്കാം. ജി സീറോ എന്ന് പറയുന്നത് ജി എം എസ് ബൈ ആർ എസ് സ്ക്വയർ, നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ എഴുതി വെച്ചു. ദെൻ ഇഫ് ഇറ്റ് ഈസ് ജി എ എന്നാണെങ്കിൽ ജി എം എസ് ബൈ ആർ എസ് എന്നല്ലല്ലോ എഴുതാം. ആർ എസ് എന്ന് പറയുന്നത് ഈ സണ്ണ് തൊട്ട് ഈ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ്, അതായത് ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ആർ എസ് എന്ന് പറയുന്നത്. നമ്മൾ ജി സീറോ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആർ എസ് എന്ന് എഴുതാം. ദെൻ ബട്ട് ഇഫ് യു ആർ കൺസിഡറിങ് ദ പോയിൻറ്റ് എ, ആർ എസ് എന്നല്ലല്ലോ ഡിസ്റ്റൻസ് വരിക, ഈ ആർ എസിനേക്കാളും കുറയില്ലേ ഡിസ്റ്റൻസ് അല്ലേ. ഇവിടെ ഈ സണ്ണ് തൊട്ട് ഈ സെൻറ്റർ വരെയാണ് ആർ എസ്. നമ്മൾ ഈ പോയിൻ്റാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഈ ആർ എ എന്ന് നമുക്ക് എഴുതാം. ഇവിടെ തൊട്ട് ഈ എ വരെയുള്ള ഡിസ്റ്റൻസിനെ ആർ എ എന്ന് എഴുതുകയാണെങ്കിൽ ആർ എ ഈസ് ലെസ് ദാൻ ആർ എസ് ആയിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ജി ഓഫ് എ ഈസ് ഈക്വൽ ടു ജി എം എസ് ബൈ ആർ എ സ്ക്വയർ എന്നാണ്. അപ്പോൾ നോക്കുക, ആർ എ ലെസ് ദാൻ ആർ എസ് ആണെങ്കിൽ ആർ എ കുറവാണെന്നാണ് അർത്ഥം, ഇത് കുറവാണെന്നാണ് അർത്ഥം ഇതിനേക്കാളും. അങ്ങനെയാണെങ്കിൽ ഇത് വലുതാവില്ലേ, നമുക്കറിയാം താഴെ ചെറുതാണെങ്കിൽ ഈ വാല്യൂ മൊത്തം വലുതാവും അല്ലേ, ഇൻവേഴ്സ്ലി ആണിത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറഞ്ഞുകൂടെ ജി ഓഫ് എ ഇസ് ഗ്രേറ്റർ ദാൻ ജി ഓഫ് സീറോ എന്ന് പറഞ്ഞുകൂടെ. കിട്ടിയോ, ഐഡിയ കിട്ടിയോ? ഇവിടെ ആർ എ എന്ന് ചെറുതാണ്, therefore this value will be greater than this g0, therefore we can say that g of a is greater than g of 0. അതായത് സെൻട്രലിൽ അനുഭവപ്പെടുന്ന ഗ്രാവിറ്റേഷണൽ ഫീൽഡിനേക്കാൾ വലുതാണ് അറ്റ് ദ പോയിൻ്റ് എ, ഗ്രാവിറ്റേഷണൽ ഫീൽഡ് അറ്റ് ദ പോയിൻ്റ് എ, ജി എ എന്ന് പറയുന്നത് വലുതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇവിടുത്തെ കാര്യം പറയാൻ പറ്റും അല്ലേ. ഇതൊന്ന് ആലോചിച്ച് നോക്കി, ജി ഓഫ് ബി എന്തായിരിക്കും? ജി ഓഫ് ബി എന്തായിരിക്കും? ഇത് തന്നെ ഇക്വേഷൻ, ജി ഓഫ് ബി ഈസ് ഈക്വൽ ടു ജി എം എസ് ഡിവൈഡ് ബൈ ആർ ബി സ്ക്വയർ എന്നാണ് എഴുതുക. നമുക്കറിയാം ആർ എസ് എന്ന് പറയുന്നത് ഇവിടം വരെയേ ഉള്ളൂ, ആർ ബി എന്ന് പറയുന്നത് ഇവിടം തൊട്ട് ഇവിടം വരെ കൂട്ടണം നമുക്ക് വേണ്ടേ. അപ്പോൾ ആർ എസിനേക്കാൾ ഈ ഡിസ്റ്റൻസിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ ഈ ആർ ബി എന്ന് പറയുന്നത് വലുതാണ് എന്നർത്ഥം അല്ലേ. ആർ ബി എന്ന് പറയുന്നത് വലുതാണ് എങ്കിൽ ഈ വാല്യൂ ചെറുതാവും, ജി ബി എന്ന് പറയുന്ന വാല്യൂ ചെറുതാവും. അങ്ങനെയാണെങ്കിൽ ജി സീറോ ആണോ വലുത്, ജി ബി ആണോ വലുത് വരിക? ജി ബി ആണ് വലുത് വരിക, അല്ല സോറി, ജി സീറോ ആണോ വലുത് വരിക? കിട്ടിയോ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു റിലേഷൻ എഴുതാം, ജി ഓഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ ജി സീറോ, അതും ഗ്രേറ്റർ ദാൻ ജി ബി. കിട്ടിയോ? ഈ മൂന്ന് റിലേഷൻ ഓർത്ത് വയ്ക്കുക. ജി എ ആണ് വലുത്, അത് പിന്നെ വലുത് ജി സീറോ, പിന്നെ വലുത് ജി ബി. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഡിസ്റ്റൻസ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ഈ ജി എയുടെ ഡയറക്ഷൻ വരയ്ക്കുമ്പോൾ കുറച്ച് വലുതാക്കി വരയ്ക്കും, ദെൻ അതിനേക്കാളും ചെറുത് ഇതിൻ്റെ ചെറുത് വരയ്ക്കും. കണ്ടോ എങ്ങനെയാണ് അതിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൻ്റെ അറ്റ് ദ പോയിൻറ്റ് എ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ആരോസിൻ്റെ ലെങ്ത്ത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ജി എയുടെയാണ് കുറച്ച് വലുതാക്കി വരയ്ക്കേണ്ടത്. കിട്ടിയെന്ന് വിചാരിക്കണം. ദെൻ ഇഫ് യു ആർ കൺസിഡറിങ് ദ പോയിൻറ്റ് സി ആൻഡ് ഡി, നമുക്കറിയാം സി ആൻഡ് ഡി അപ്രോക്സിമേറ്റ്ലി ഏകദേശം നേരെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരുടെ ഡിസ്റ്റൻസിനെ പ്രതി അവർക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. ബട്ട് ദെയർ ഡയറക്ഷൻ നമ്മൾ ഓൾറെഡി വരച്ചതാണ് ഇങ്ങനെ ടുവേർഡ്സ് സെൻറ്റർ. അപ്പോൾ അവരുടെ സി ആൻഡ് ഡീനെ പറ്റി പറയുമ്പോൾ സി ആൻഡ് ഡിയിൽ മാഗ്നിറ്റ്യൂഡ് വിൽ ബി സെയിം ബിക്കോസ് ദേ ആർ അറ്റ് ദ സെയിം ഡിസ്റ്റൻസ്. പക്ഷേ അവിടെ വരുന്ന ഡയറക്ഷൻ ഡിഫറെൻ്റ് ആണ് അല്ലേ. ഇവരുടെ ഡയറക്ഷൻ സെയിം ആണ്, പക്ഷേ ഇവിടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഡയറക്ഷൻ ഡിഫറെൻ്റ് ആണ്. ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജി പ്രൈമിൻ്റെ അല്ല, ജി ഓഫ് എ, ജി ഓഫ് ബി, ജി ഓഫ് സി, ജി ഓഫ് ഡി അതിനെ പറ്റിയിട്ടാണ്. ഇനി നമുക്ക് കിടക്കാനുള്ളത് ഈ ഒരു ഐഡിയ വെച്ച് നമുക്ക് പ്രൈമിൻ്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. പ്രൈമും പ്രൈമില്ലാത്തതും അത് രണ്ടെന്ന് പറയുന്നത് എന്താ, ഒന്ന് ഇനേഷ്യൽ ഫ്രെയിമാണ്, മറ്റേത് നോൺ ഇനേഷ്യൽ ഫ്രെയിമാണ്. നോൺ ഇനേഷ്യൽ ഫ്രെയിമിൻ്റെയാണ് നമ്മൾ ഏത് കൺസിഡർ ചെയ്തേക്കുന്നത്, പ്രൈം ഇട്ട് കൺസിഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും പ്രൈമിൻ്റെ കൺസെപ്റ്റിലേക്ക് പോകാം. നമ്മളിവിടെ ഒരു ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട്, ജി പ്രൈം ആർ ഇസ് ഈക്വൽ ടു ജി ഓഫ് ആർ മൈനസ് ജി സീറോ. ഇനി അത് അറ്റ് ദ പോയിൻ്റ് എ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. എങ്ങനെ മാറ്റി എഴുതാം? ജി പ്രൈം എ ഇസ് ഈക്വൽ ടു ജി ഓഫ് എ മൈനസ് ജി സീറോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞു വെച്ചു, ജി ഓഫ് എ ആണോ വലുത്, ജി ഓഫ് സീറോ ആണോ വലുത്? ഏതാ വലുതെന്ന് പറഞ്ഞു വെച്ചാൽ ജി ഓഫ് എ തന്നെയാണ് വലുത്. അതുകൊണ്ട് ഈ ഒരു ആൻസർ എന്ത് തന്നെയായിരിക്കും? പോസിറ്റീവ് തന്നെയായിരിക്കും അല്ലേ. പോസിറ്റീവ് ആയിരിക്കും. ജി ഓഫ് എ വലുത്, ഇത് ചെറുത്, അപ്പോൾ ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് ആൻസർ തന്നെയാണ് കിട്ടുക. അതുകൊണ്ട് നേരത്തെ കിട്ടിയ അതേ ഡയറക്ഷൻ തന്നെയായിരിക്കും, പോസിറ്റീവ് ആയതുകൊണ്ട് ഡയറക്ഷൻ തന്നെ ജി പ്രൈം എക്ക് അതേ ഡയറക്ഷൻ തന്നെ കിട്ടും.
Then if you are considering g prime b, okay, g prime b is equal to g of b minus g0. ഇതിൽ ഏതാ വലുതെന്ന് നമ്മൾ പറഞ്ഞത്? ജി ഓഫ് ബി ആണോ g0 ആണോ? g0 ആണോ വലുതെന്ന് നമ്മൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്താ കിട്ടുക? ഇത് ചെറുതും ഇത് വലുതും ആയാൽ ഇറ്റ്സ് വാല്യൂ വിൽ ബി നെഗറ്റീവ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇഫക്റ്റീവ് ഗ്രാവിറ്റേഷൻ പുൾ അല്ല ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഇൻ എ നോൺ ഇനീഷ്യൽ ഫ്രെയിം വിൽ ബി ഓപ്പോസിറ്റ് ടു ദ ജി ഓഫ് ബി അല്ലേ? നമ്മളിവിടെ ജി ഓഫ് ബി ഇങ്ങോട്ടാണ് വരച്ചതെങ്കിൽ ഇഫ് യു ആർ കൺസിഡറിങ് ദ നോൺ ഇനീഷ്യൽ ഫ്രെയിം ദ ഡയറക്ഷൻ വിൽ ബി ടുവേർഡ്സ് ലൈക്ക് ദിസ്. ഉണ്ടോ? ഓപ്പോസിറ്റ് ആയിരിക്കും. നേരത്തെ കിട്ടിയതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഈ നെഗറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നെഗറ്റീവ് കിട്ടുമെന്ന് പറഞ്ഞില്ലേ? ഇത് ഇവിടെ വി ക്യാൻ റൈറ്റ് ദ ആൻസർ വിൽ ബി നെഗറ്റീവ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് ആവാനുള്ള കാരണം ഇവിടെ ഇങ്ങോട്ടാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് എന്ന് കാണിക്കാനാണ് ഇങ്ങനെ ഈഗോ. അപ്പോൾ നോക്കിയേ, ഇവിടെ ജി പ്രൈമിനെ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത് ജി പ്രൈം എ ഇങ്ങോട്ടും ടുവേർഡ്സ് സണ്ണും ജി പ്രൈം ബി കണ്ടോ അവേ ഫ്രം ദ എർത്തുമാണ്. കിട്ടിയോ? രണ്ട് ഡയറക്ഷൻ കൺഫ്യൂഷൻ ആവരുത്. ഓക്കെ, ദെൻ ഇഫ് യു ആർ കൺസിഡറിങ് നെക്സ്റ്റ് പോയിന്റ് സി ആൻഡ് ഡി, എന്താ എഴുതുക? അറ്റ് സി ആണെങ്കിൽ വി ക്യാൻ റൈറ്റ് ദ ജി പ്രൈം സി ഈസ് ഈക്വൽ ടു ജി സി മൈനസ് g0. അത് നമ്മളൊരു ഫിച്ചർ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എർത്തുണ്ട്. അപ്പോൾ ഇതാണ് g0 അല്ലേ? ഇത് g0, ജി സി ഇതാണ് അല്ലേ? അങ്ങനെ ഇത് ജി സി. ദെൻ ജി പ്രൈം സി എന്ന് പറയുന്നത് നമ്മൾ ട്രയാങ്കിൾ ലോ ഓഫ് അഡീഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതൊരു ട്രയാങ്കിളായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ടുവേർഡ്സ് ലൈക്ക് ദിസ് ജി പ്രൈം സി. ഇനി അതുപോലെ തന്നെയാണ് ഇതിലും നമ്മുടെ ഡി എന്നുള്ള പോയിന്റിൽ ജി ഓഫ് ഡി ഇക്വേഷൻ എഴുതി. ജി പ്രൈം ഡി ഇസ് ഈക്വൽ ടു ജി ഓഫ് ഡി മൈനസ് g0 എന്ന് എഴുതി. ദെൻ ഈ പോയിന്റിൽ നമ്മൾ ജി ഓഫ് ഡി ഇങ്ങോട്ടും സെൻറ്ററിൽ നിന്നാണ് കേട്ടോ വരയ്ക്കേണ്ടത്. സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടും ആണെങ്കിൽ ദ ഡയറക്ഷൻ വിൽ ബി ടുവേർഡ്സ് ലൈക്ക് ദിസ് ജി പ്രൈം ഡി. അതായത് നമ്മൾ വെക്ടർ അഡീഷൻ അല്ല വെക്ടറിൻ്റെ കൺസെപ്റ്റ് വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. രണ്ട് ട്രയാങ്കിളിന് രണ്ട് സൈഡ് തരികയാണെങ്കിൽ മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കാനുള്ളത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇവിടെ അത് ചെയ്യുന്നത്. അപ്പോൾ സി എന്നുള്ള പോയിന്റിൽ ജി പ്രൈമിൻ്റെ ഡയറക്ഷൻ താഴേക്കും ഡി എന്നുള്ള പോയിന്റിൽ ജി പ്രൈമിൻ്റെ ഡയറക്ഷൻ മുകളിലേക്കും നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡയറക്ഷൻസ് വെച്ച് നമുക്ക് പറയാനുള്ളത്. ജി പ്രൈം എ ഇങ്ങോട്ടും ജി പ്രൈം ബി ഇങ്ങോട്ടും ദെൻ ജി പ്രൈം സി താഴേക്ക് ജി പ്രൈം ഡി മുകളിലേക്ക്. കിട്ടിയില്ലേ?